ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കിന്ന് പുറത്ത് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ഞാൻ വന്നു. അപ്പോൾ അതിന് ശേഷം ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുറത്ത് ഹോസ്പിറ്റലിലായിരുന്നു പോയത്. പോയി വരുമ്പോൾ ഒരു കോഫി കുടിച്ചു. പിന്നെ അമ്മ ചായയായിരുന്നു കുടിച്ചത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഈച്ചയും വന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് മാറ്റിത്തരാൻ പറഞ്ഞിട്ട് പുതിയ കോഫി കൊണ്ടു തന്നു. പിന്നെ ഒരു ബജ്ജി വാങ്ങിച്ചു. മുളക് ബജ്ജി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചമ്മന്തി എന്താവോ റോസ് കളറായിട്ടിരിക്കണേന്ന് എനിക്കറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇഞ്ചമ്പുള്ളിയൊക്കെ അമ്മാമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ടേസ്റ്റ് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവരൊക്കെ ഇതിൽ എക്സ്പേർട്ടായി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. പിന്നെ അച്ഛൻ വന്നപ്പോൾ ചാമ്പയ്ക്കയും വേറൊരു സാധനം കൂടി കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാമ്പയ്ക്ക ഇതാണ്. ഇത് കഴിച്ച് നോക്കിയപ്പോൾ വലിയ ഇതെന്ന് പറയാനില്ല, ഇത്തിരി കറയുള്ള ടൈപ്പാണത്. പക്ഷേ മധുരം കുറവാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ടൊക്കെ അടുത്ത വീട്ടിൽ എല്ലായിടത്തും ചാമ്പയ്ക്ക കുറേ ഉണ്ടായിരുന്നു, അതിനോണ്ട് കുറേയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ സോഡാപ്പുളിയും ഇതുമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നോർമൽ എന്നുള്ള മറ്റേ ഇരുമ്പാമ്പുളി ഉണ്ടാവില്ല, അതിൻ്റെ ഒരു വലിയ ടൈപ്പ് പുളിയൊന്നും ഉണ്ടാവില്ല, മധുരമാണെന്ന് മാത്രം, അതുമാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ കിട്ടിയ എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് വേറൊരു സാധനം കൂടി കഴിച്ച് നോക്കണമെന്നുണ്ട്. മംഗോസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടൊരു പഴമില്ലേ, അത് കുടപ്പുളിയുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഐറ്റം പോലെ തന്നെ അതിലുള്ളത്. പണ്ടൊക്കെ കുറേ ഐറ്റംസ് കിട്ടുമായിരുന്നു. ലൂബിക്കാണെങ്കിലും ചാമ്പയ്ക്കാണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒന്നും പണ്ടത്തെ അത്രയൊന്നും കിട്ടാനൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഷോപ്പിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്, ടൈലറിങ് ഷോപ്പാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ തയ്ക്കും. അപ്പോൾ ഇതാണ് ഓഫീസ് വരുന്നത്, ഇടമുട്ടത്താണ് സ്ഥലം. എല്ലാതും ഇവിടെ സ്റ്റിച്ച് ചെയ്യും. കാർഡും കൂടി കാണിച്ചു തരാം. ഇതാണ് വിസിറ്റിംഗ് കാർഡ് വന്നിട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോർ അമൃത ഷോപ്പിംഗ് കോംപ്ലക്സ്, ബീച്ച് റോഡ്, ഇടമുട്ടത്തു നിന്ന് ബീച്ച് റോഡ് പോണ വഴിക്കാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ചോറും മീൻകറിയും അയിലയായിരുന്നു. അയില വറുത്തത് തലേദിവസം കഴിച്ചു. ഇഞ്ചമ്പുളി കൊടുത്തു കുറച്ച്. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ചെമ്മീനും ഞണ്ടൊക്കെ ഒഴിവാക്കാനാണ്. ബാക്കി മീനൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എനിക്ക് അയില ഇഷ്ടമാണ്, അയിലും ചാളും എനിക്ക് നല്ല ഇഷ്ടമാണ്. ചെമ്മീനും ഞണ്ടൊക്കെ വാങ്ങിക്കൽ വളരെ കുറവാണ്, ചെമ്മീനൊക്കെ വില കൂടുതലല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൂക്കിൻ്റെ പ്രശ്നം. അപ്പോൾ അത് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിലുള്ളതാണ് ഈ ചെമ്മീനും ഞണ്ടൊക്കെ ഒഴിവാക്കാൻ. പിന്നെ അതുപോലെ തണുത്ത ഐറ്റംസ്, ഐസ്ക്രീം, ആ വക ഐറ്റംസൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ സ്പ്രേയുടെ സ്മെല്ല് അതൊക്കെ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. പൊടി അധികം അടിക്കാതെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആവി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് കാണിക്കാനാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ വിഷു ഇവിടെ അടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ കൊല്ലം വിഷു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കിട്ടൽ തന്നെയാണ്. അപ്പോൾ ഇനി ജോലിക്ക് കിട്ടിയതിന് ശേഷം ഇനി അങ്ങോട്ട് കൊടുത്തു തുടങ്ങണം. കഴിഞ്ഞ കൊല്ലം ഞാൻ വിഷു കഴിഞ്ഞിട്ടും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്തിരുന്ന കാരണം കൊണ്ട് കൊടുത്തിരുന്നു. അച്ഛനമ്മയ്ക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ കൊടുത്തിരുന്നു, അനിയനും കൊടുത്തു. അങ്ങനെ എൻ്റെ കയ്യിലുള്ളത് ഇതാക്കിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. എന്നപോലെ അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. ചില സമയത്ത് മടിയാവും അമ്പലത്തിൽ പോകാനായിട്ട്. പണ്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോകാനൊക്കെ. പക്ഷേ പണ്ടത്തെ ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ വിഷു ആണെങ്കിലും അങ്ങനെ വലിയൊരു ഹൈപ്പൊന്നും പറയാനില്ല. പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തുള്ളിച്ചാടി നടക്കുക, പുതിയ ഡ്രസ്സൊക്കെ എടുക്കുക എന്നൊക്കെ ഉള്ളൊരിതുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് തോന്നാറില്ല. കാലം പോകുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കാം. വീട് വൃത്തിയാക്കുക, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ. അതിനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പരിപ്പ് പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു സദ്യയൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. അധികം കൂട്ടം കറികളൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു സദ്യ. അപ്പോൾ അയിലക്കറി അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചോറൊക്കെ ഫുള്ളുണ്ടു.
അയില വറുത്തതൊക്കെ നല്ല ടേസ്റ്റല്ലേ. തലേദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പിറ്റേ ദിവസമൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കറി വയ്ക്കുമ്പോൾ കറിയിലും ഇടാൻ വേണ്ടേ. ഇവിടെ എപ്പോഴും നോണൊന്നും ഉണ്ടാവാറില്ല, കൂടുതലും പച്ചക്കറി ഐറ്റംസ് തന്നെയാണ് ഉണ്ടാവാറ്. കുറച്ച് ദിവസം അല്ലെങ്കിൽ അടുപ്പിച്ച് പച്ചക്കറി ആണെങ്കിൽ മീൻ വാങ്ങിക്കും, അങ്ങനെയൊക്കെ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഇവിടെ കൂടുതലും ഉണ്ടാവാറുള്ള മീൻ അയില, ചാള, അത് തന്നെയാണ് കൂടുതലും ഇവിടെ അടുത്ത് കാണാറ്. ഇടമുട്ടത്തൊക്കെ ആണെങ്കിൽ അവിടെ കടലുള്ള കാരണം കൊണ്ട് എല്ലാ ഐറ്റംസും ഉണ്ടാകും. എല്ലാം ഫ്രഷായിട്ട് വേണമെങ്കിൽ ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യും. ഞാൻ അത്യാവശ്യം ടൈം എടുത്തിട്ട് കഴിക്കുള്ളൂ. എവിടെ പോയാലും അത്, പുറത്ത് പോയാലും അത്, വീട്ടിലാണെങ്കിൽ അത്. ചില സമയത്തൊക്കെ വേഗം കഴിക്കും, തിരക്കൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ സാവധാനം കഴിക്കുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ കാണാൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, എൻ്റെ മാത്രം കഴിഞ്ഞിട്ടുണ്ടാവില്ല. പുറത്തൊക്കെ ഈ കല്യാണത്തിനോ സദ്യക്കൊക്കെ പോകുമ്പോഴാണ് ഈ പണി കിട്ടുക. എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും, വന്നവരോ ഒക്കെ. എൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കഴിച്ച് കഴിയുമ്പോഴാണെങ്കിലും എല്ലാവരും പായസം കൂടിയും കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പായസം കുടിക്കാതിരിക്കുന്ന സമയത്ത് ഒടുക്കത്തെ ചൂടും, മര്യാദയ്ക്ക് കുടിക്കാനും പറ്റില്ല. കഴിക്കുകയാണെങ്കിൽ ഞാനും കഴിക്കാനിരുന്നു. മാങ്ങ കുഴപ്പമില്ല, വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല. എന്നാൽ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം കൊണ്ട് ഞാൻ കഴിക്കും. പിന്നെ വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പം ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് അടിച്ചു വരാനൊക്കെ ഉണ്ട്. അപ്പം ഇനി വിഷുക്കണിയൊക്കെ വെക്കുന്നതിൻ്റെ പരിപാടികളും കൊണ്ട് ഉണ്ട്. എന്ത് സാധനങ്ങളും കഴിക്കുകയാണെങ്കിലും നമ്മൾ ആസ്വദിച്ചിരുന്ന് കഴിക്കണം എന്ന് പറയാം അല്ലേ. അപ്പം ഞാനും അങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കൽ തന്നെയാണ് ഇടയ്ക്കൊക്കെ എൻ്റെയും പരിപാടി. വേറെ പണികളൊന്നും ഇല്ലെങ്കിൽ നന്നായിരുന്നു ആസ്വദിച്ചൊക്കെ ഇരുന്ന് കഴിക്കും. ഞങ്ങൾ ചോക്ലേറ്റ് അങ്ങനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അനിയനും അത് പതുക്കെ ഇരുന്ന് കഴിക്കുള്ളൂ. അപ്പം ഞാനും അത് കണ്ട് പതുക്കെ ഇരുന്ന് കഴിക്കും. അപ്പോൾ ആരെയും ആദ്യം കഴിയണമെന്നിട്ട് അവരെ നിന്ന് വാങ്ങിക്കാനിരിക്കാമല്ലോ. പിന്നെ വലുതായാലും പിന്നെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് കിട്ടിയ ഞാൻ അവനും കൊടുക്കും, അതുപോലെ അവന് കിട്ടിയ എനിക്കും തരാറുണ്ട്. പക്ഷെ ഞങ്ങൾ തല്ലൂട്ടത്തിൽ ഭയങ്കര ക്യാമന്മാരാണ്, രണ്ടുപേരും വിട്ടു കൊടുക്കാറില്ല. നമ്മൾ 10 വയസ്സ് വ്യത്യാസമുണ്ട്, പക്ഷേ ഞങ്ങളെ തല്ലൂട്ടം കണ്ട് 10 വയസ്സിനല്ല തോന്നാം. അപ്പോൾ ഞാൻ പുറത്തടിച്ച് വരാൻ വന്നപ്പോഴാണ് അവിടെ 2 പട്ടികൾ അവിടെ ഒരു തെങ്ങിൻ്റെ ഇടയ്ക്കൽ ഭക്ഷണം എന്തോ ഇട്ടിരുന്നത് വന്ന് കഴിക്കാൻ നിൽക്കുന്നത്. ഇവിടെയാണെങ്കിൽ പട്ടികളെ ശല്യമുണ്ട് കുറേ ആയിട്ട്. അപ്പം ഞാൻ അവരെ ഓടിക്കണോ വേണ്ടേ എന്നൊക്കെ വെച്ച് നോക്കി നിൽക്കായിരുന്നു. അപ്പം അമ്മാവൻ പറഞ്ഞു വേണ്ട, ഓടിക്കേണ്ട, അവർ കഴിച്ചിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടിച്ചു വരാനായിട്ട് നിന്നു. എന്നാലും ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കണുണ്ടായിരുന്നു, എങ്ങാനും പിന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തന്നെ വന്നാലോ എന്ന് വെച്ചിട്ട്. എനിക്കാണെങ്കിൽ പട്ടികളെ ഭയങ്കര പേടിയാണ്, എനിക്കിഷ്ടമല്ല. ഈ വെറ്റങ്ങളാണെങ്കിൽ ഒരു ദിവസം ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ പിന്നാലെ വന്നിട്ട് ഓടിച്ചിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ശല്യം ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരാം. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും പിറ്റേ ദിവസമായിരിക്കും പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലും വിഷുവിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? എവിടെയും വരെ എത്തി വിഷുവിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടെയും വിഷുക്കണി വയ്ക്കാറുണ്ട്, എല്ലാ കൊല്ലം വയ്ക്കാറുണ്ട്. പിന്നെ അതുപോലെ വിഷുക്കട്ട ഉണ്ടാക്കാറുണ്ട്. പിന്നെ പടക്കം വാങ്ങിച്ചിട്ടുണ്ട്, വലിയ കാര്യമായിട്ടല്ല, കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. ചെറുപ്പത്തിലൊക്കെ ആയിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ അടുത്തുള്ളവരൊക്കെ വിഷു കൈനീട്ടം തരും, അങ്ങനെയായിരുന്നു. പിന്നെ പോലെ അമ്പലത്തിൽ രാവിലെ തന്നെ പോയി വിഷു കൈനീട്ടം വാങ്ങിക്കും, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ വീട്ടിൽ ചിലപ്പോൾ സദ്യയും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഒരുക്കില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ മാമൻ്റെ വീട്ടിലേക്ക് പോകും, അവിടെയാണ് സദ്യയൊക്കെ കഴിക്കാറ്. അവിടെ നല്ല സമൃദ്ധമായിട്ടുള്ള സദ്യയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിഷുവിനുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരോ കറികളായിട്ട് ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്യണം. തലേദിവസം രാത്രി തന്നെ മോര് കൂട്ടാനൊക്കെ ഉണ്ടാക്കി വയ്ക്കും. മോര് കൂട്ടാൻ എന്ന് പറയുമ്പോൾ കാളൻ. പിന്നെ വിഷുവിൻ്റെ അന്ന് രാവിലെ വിഷുക്കട്ട ഉണ്ടാക്കും. പിന്നെ അതുപോലെ സദ്യക്ക് ഉണ്ടാവുക പ്രാവശ്യം സാമ്പാർ, പപ്പടം, അച്ചാറും ചുള്ളി, പിന്നെന്താ മോര് കറി, പിന്നെ അവിയലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇത് കേൾ ചെയ്ത് നോക്കി. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചേച്ചി ചെയ്തതാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കേൾ ചെയ്തിട്ട് കാണുന്നത്. അപ്പം എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ തന്നെ. എൻ്റെ ഹെയർ നീളമുള്ള കാരണം കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം കുളിക്കണം, ഇതേപോലെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ കുളിക്കാണ്ട് പറ്റില്ലല്ലോ, വിഷുവല്ലേ. കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.